ഇപ്പൊ കുറച്ച് ഗ്ലാമർ ആയിക്കല്ലേ. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതിന് റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് 10K ഫോളോവേഴ്സ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു അത്ര വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവമല്ല, ബട്ട് എനിക്കതൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്നു വന്ന ഒരാൾക്ക് ഇതൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിലെ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിലേക്കുള്ളൊരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എന്താ പറയുക അടിത്തറ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ്. ഞാൻ ആദ്യം ഒരു ഹെയർ ഡ്രസ്സറായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ ലൈഫിലെ സ്റ്റാർട്ടിങ്. അങ്ങനെ ഇവിടെ ഞാനൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി എൻ്റെ +2 സമയത്തും അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി ഹെയർ ഡ്രസ്സിങ് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെയാണ് അത് എനിക്കൊരു കരിയറായിട്ട് എടുക്കേണ്ടി വന്നത്. അന്ന് അങ്ങനെ അവിടെ നിന്നൊരു സ്റ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്താ പറയുക, അതെനിക്കൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലാണെങ്കിലും ഇന്ന് വരെയും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തതും എൻ്റെ കൂടെ നിന്നതും എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും മാത്രമാണ്. പിന്നെ എൻ്റെ ഓഡിയൻസും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേക്ക് ഒരു 5 കൊല്ലം കംപ്ലീറ്റ് ആവുകയാണ്. 5 കൊല്ലത്തിന് മുകളിലായി. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്കറിയില്ലായിരുന്നു ഇന്ന് ഈ ഒരു നിലയിൽ എത്തിപ്പെടുവോ ഇല്ലയോ ഒന്നും അറിയില്ല. എനിക്കൊരു പാഷനായിരുന്നു, എനിക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ മാത്രം ഞാൻ മടി കാണിച്ചിട്ടില്ല എവിടെയും. ചിലപ്പം അതിൻ്റെ എല്ലാം റിസൾട്ടായിരിക്കും ഇന്നീ കിട്ടിയത്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ അച്ചീവ്മെൻറ്റ് എന്തായാലും നമുക്ക് കിട്ടും. ഒരു സക്സസ് നമുക്ക് എന്തായാലും ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ലിവിങ് എക്സാമ്പിളാണ് ഞാൻ എൻ്റെ ലൈഫിലെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് വരെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടുള്ളൂ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന, എന്നെ വിശ്വസിച്ച എൻ്റെ ബ്രൈഡ്സിനും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി ഞാൻ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കീപ്പ് ഇൻ ടച്ച്. ബൈ.